അർജുൻ മട്ടന്നൂർ കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ആ മുഖത്തില്ല. ഏതോ ധീരകൃത്യം നടത്തി എന്നത് പേരിലാണ് എന്ന മട്ടിലാണ് ഇപ്പോഴും ചെന്താമര പോലീസ് സ്റ്റേഷനിലിരുന്ന എസ് പിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങളെ അനാഥമാക്കിയ കുറ്റവാളിയാണ്, പക്ഷേ ഒരു കുറ്റബോധവും ഉള്ളിലില്ല എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും. ഇനിയിപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, യാതൊരു കുറ്റബോധവും ഇയാൾ പ്രകടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പിടികൂടിയത് മുതൽ പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട്. ഇയാൾ കുറ്റകൃത്യം നടത്തിയെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തുന്നുമുണ്ട്. മാത്രവുമല്ല, ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകങ്ങളാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ പറയുന്നത് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സുധാകരൻ സ്കൂട്ടറുമായി വന്ന് തന്നെ ഇടിക്കാൻ ശ്രമിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് താൻ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഇയാളെ ആക്രമിച്ചത്. അതിനുശേഷം ഈ സുധാകരൻ്റെ ഹെൽമെറ്റിൽ തട്ടി വെട്ടുകത്തിയുടെ പിടിയടക്കം ഊരിപ്പോയി. അതിനുശേഷവും അക്രമം തുടർന്നു. അതിനിടയിലാണ് സുധാകരൻ്റെ അമ്മയായ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്നെ തെറി വിളിച്ചത്. അത്തരത്തിൽ സുധാകരൻ്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ഇയാൾ മൊഴിയിൽ പറയുന്നത്. അതിനുശേഷമാണ് സുധാകരൻ അമ്മയായ ലക്ഷ്മിയെയും ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. അതിനുശേഷം ഇയാൾ സ്വന്തം വീട്ടിൽ കയറി വിഷം കഴിച്ചു എന്ന ഒരു മൊഴിയും പോലീസ് നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് വീട്ടിൻ്റെ പിറകുവശത്തെ വാതിൽ വഴി പാടത്തേക്ക് ഇറങ്ങി കാട്ടിലേക്ക് പോയത് എന്നാണ് ഈ ചെന്താമരയുടെ മൊഴി. പക്ഷേ ഇന്നലെ നടത്തിയ വൈദ്യപരിശോധനയിൽ യാതൊരു വിഷാംശവും ഇയാളുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇയാൾ എല്ലാ മൊഴികളും പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പാലക്കാട് SP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. വൈകുന്നേരം വരെ ഇയാളെ ചോദ്യം ചെയ്യും. അതിനുശേഷം വൈകിട്ടോടുകൂടി വൈദ്യപരിശോധന ഒരു പക്ഷേ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഡോക്ടർമാരെത്തി ഇവിടെ വെച്ചായിരിക്കും നടത്തുക എന്നാണ് അറിയിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് 4 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് കോടതി സമുച്ചയമുള്ളത്. അവിടെ ഓപ്പൺ കോർട്ടിലായിരിക്കില്ല, പകരം മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ എത്തിച്ചായിരിക്കും ഇയാൾ ഹാജരാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഈ ഒരു ഘട്ടത്തിലുണ്ടാകില്ല. വരും ദിവസങ്ങളിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്ത് അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക. സ്വാഭാവികം വലിയ ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇയാളെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. സ്വാഭാവികമായും വൈദ്യപരിശോധന അടക്കം നടത്തേണ്ട സ്ഥലവും ഇവിടെ തന്നെയാണ്. ഇന്നലെ രാത്രി ഇയാൾ എത്തിയ ശേഷം പോലീസിനോട് ആദ്യം ആവശ്യപ്പെട്ടത് ഭക്ഷണം വേണമെന്നാണ്. ഭക്ഷണം കഴിച്ചു. ഇന്ന് രാവിലെയും ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട്. അത്തരത്തിൽ താൻ ആസൂത്രിതമായല്ല ഈ കൊലപാതകം നടത്തിയത് എന്ന ഒരു മൊഴി നൽകാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വൈരുദ്ധ്യങ്ങളടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് വിശദമായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതോ ഒരു മന്ത്രവാദിയുടെ ഏതോ ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരമാണ് ഇയാൾ ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഈ സജിതയെ വകവരുത്തിയതെന്നാണ് നാട്ടുകാരിൽ ചിലരുടെ മൊഴി. ഇയാളുടെ കുടുംബത്തിന് നാശം വരുത്തിയത് അയൽവാസിയായ തലമുടി നീണ്ട ഒരു യുവതിയാണ് എന്ന് മറ്റോ ആരോ പറഞ്ഞു കൊടുത്തു അത്രേ. അപ്പോൾ ഇയാളെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരുപക്ഷെ ഇനി പോലീസ് തേടില്ലേ? ഉറപ്പായും അരുൺകുമാർ, അത്തരത്തിലും അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരമൊരു മന്ത്രവാദിയുടെ സാന്നിധ്യമോ അയാളുടെ സ്വാധീനമോ ഒന്നും തന്നെ ഇയാളുടെ മൊഴികളില്ല. പകരം ഇതൊരു യാദൃശ്ചികമായി സുധാകരനെ കാണുകയും സുധാകരൻ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ താൻ പ്രതിരോധിക്കാൻ വേണ്ടി അയാൾ ആക്രമിച്ചു എന്ന തരത്തിലുള്ളൊരു മൊഴി മാത്രമാണ് ഇയാൾ ഇപ്പോൾ നൽകുന്നത്. അതിൽ അയാൾ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് പ്രകോപനം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്, മാത്രവുമല്ല ഇത്തരത്തിൽ മന്ത്രവാദികളുടെ മറ്റും സ്വാധീനമുണ്ടോ, അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള മൊഴികൾ പ്രകാരം അത്തരത്തിലുള്ള ആരും തന്നെ ഇയാളെ സ്വാധീനിച്ചിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇയാൾ മൊഴികൾ നൽകുന്നത്. പക്ഷേ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 2019 സജിതയെ കൊലപ്പെടുത്തിയപ്പോഴും ഈ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്നത്തെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കും. ഇത് രണ്ടും പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് സ്വാഭാവികമായും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല
പൂർണ്ണമായും ആത്മവിശ്വാസത്തോടു കൂടി യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പോലീസ് കടക്കുക. ഇപ്പോൾ നിലവിൽ ഒരു പ്രാഥമികമായി ഒരു ചോദ്യം ചെയ്യുക, അതിനുശേഷം ആ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഇയാളെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക എന്നതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇയാൾ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ഒരുങ്ങുന്നത്. എന്തായാലും അത്തരത്തിലൊരു മന്ത്രവാദി ഉണ്ടോ, മന്ത്രവാദിയുടെ സ്വാധീനമുണ്ടോ, ഈ മന്ത്രവാദി തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് സംസാരപ്രിയനായ ഒരാളെന്ന മട്ടിലാണ് അയാൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇന്നലെ ലോക്കപ്പിലിരിക്കുന്ന സമയത്ത് മുതൽ ഈ നിമിഷം വരെയും അയാൾക്ക് ഒരു കുറ്റബോധത്തിന്റെ ലാഞ്ചനയുമില്ല. മാത്രവുമല്ല, വളരെ ടോക്കറ്റീവായി ഒരു സംസാരപ്രിയൻ എന്ന മട്ടിൽ കാര്യങ്ങൾ സംസാരിക്കാനും വിശദീകരിക്കാനും താല്പര്യമുള്ളയാളെന്ന മട്ടിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അയാൾ വളരെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം തന്നെ ആക്രമിക്കാൻ വന്ന സുധാകരനെ വെട്ടുകയായിരുന്നു എന്നൊരു ലീഗൽ പോയിന്റ് കൂടി മുന്നോട്ട് വെച്ച് സ്വയം പ്രതിരോധത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിൽ സാക്ഷിമൊഴികളുണ്ട്. നിലവിൽ അദ്ദേഹം ഈ ക്രൂരമായ കൊലപാതകം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മൊഴികളുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. നേരത്തെ ജോലി ചെയ്ത തിരുവമ്പാടിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മൊഴിയുണ്ട്. ഇനിയും 3 പേരെ കൂടി തീർത്തേക്കും എന്ന് ഈ ചെന്താമര പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മൊഴികളുണ്ട്. നേരത്തെ ഈ വാക്കത്തി രാഗി മിനിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞപ്പോൾ 2 പേരെ കൂടി തീർക്കാനാണ് എന്ന് പറഞ്ഞതിൻ്റെ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൊഴികളെല്ലാം നിലവിൽ ചെന്താമരയ്ക്കെതിരാണ്. ശാസ്ത്രീയമായ തെളിവുകളും ചെന്താമരയ്ക്കെതിരാണ്. നേരത്തെ തന്നെ ഇത്തരം തീരുമാനം നടത്തിയിരുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകം എന്ന നിലയിലായിരിക്കും ഇപ്പോൾ പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിനിടയിൽ പല ചോദ്യങ്ങൾ പോലീസ് ചോദിക്കുന്നുണ്ടാവും. ഈ കൊലപാതകത്തിന് തിരഞ്ഞെടുത്ത സമയം, എന്തുകൊണ്ട് ഇവരെ 2 പേരെയും ലക്ഷ്യമിട്ടു, ഇനിയും കൂടുതൽ ആളുകളുണ്ടോ, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 3 പേരെ കൂടി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ്. ഇനി SP യുടെ ചോദ്യം ചെയ്യലിൽ എന്താണ് വ്യക്തമാകുന്നതെന്ന് അറിയില്ല. SP അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് ഒരു ബ്രീഫിംഗ് നടത്തും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇന്നലെ രാത്രിയും ഇന്നുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് SP ബ്രീഫ് ചെയ്യുന്ന സമയത്തേക്ക് മടങ്ങിയെത്താം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. അർജുൻ മട്ടന്നൂരും ഒപ്പം മുബഷീറും ഇക്ബാലും തത്സമയം തുടരുന്നുണ്ട്. നമ്മളുടെ വാർത്താ സംഘം ആലത്തൂരിലും നെന്മാറയിലുമായി.